വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമുക്ക് 7th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് അതിലെ എക്സസൈസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ചേഞ്ചസ് ഇൻവോൾവ് ഇൻ ദ ഫോളോയിങ് പ്രോസസ്സസ് ആസ് ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ചസ്. ഫസ്റ്റ് വൺ, ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്, അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ബി, ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ. ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ നമുക്ക് തിരിച്ച് ഷുഗർ കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ബൈ ക്രിസ്റ്റലൈസേഷൻ. അതായത് ഈ റിയാക്ഷൻ റിവേഴ്സിബിളാണ്, അതുകൊണ്ട് ഇതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. ബേണിംഗ് ഓഫ് കോൾ. ബേണിംഗ് ഓഫ് കോള് റിയാക്ഷൻ ഇറിവേഴ്സിബിളാണ്, തിരിച്ച് പഴയ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ. മെൽറ്റിംഗ് ഓഫ് വാക്സ്. മെൽറ്റിംഗ് ഉള്ളത് എപ്പോഴും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുന്ന പ്രോസസ്സാണ് മെൽറ്റിംഗ്. ഏതൊരു സബ്സ്റ്റൻസിൻ്റെ മെൽറ്റിങ്ങും നമുക്കൊരു ഫിസിക്കൽ ചേഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം, കാരണം അവിടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. നെക്സ്റ്റ്, ബീറ്റിംഗ് അലുമിനിയം ടു മേക്ക് അലുമിനിയം ഫോയിൽ. അലുമിനിയത്തിനെ അലുമിനിയം ഫോയിലാക്കി മാറ്റുമ്പം ചേഞ്ച് ഇൻ ഷേപ്പാണ്, അവിടെ ന്യൂ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. എഫ്, ഡൈജഷൻ ഓഫ് ഫുഡ്. ഡൈജഷൻ ഓഫ് ഫുഡിൽ ന്യൂ പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നത്, റിയാക്ഷൻ ഇറിവേഴ്സിബിളാണ്, അതുകൊണ്ട് അതൊരു കെമിക്കൽ ചേഞ്ചാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇൻ കേസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്, റൈറ്റ് ദ കറക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇവിടെ താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതണം. ഇനി ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കൂടി എഴുതണം എന്നാണ് പറയുന്നത്. കട്ടിങ് എ ലോഗ് ഓഫ് വുഡ് ഇൻ ടു പീസസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. വുഡിനെ പീസസ് ആക്കുന്നത് കെമിക്കൽ ചേഞ്ചാണെന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, കാരണം വുഡിനെ പീസസ് ആക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിലൊന്നും ചേഞ്ച് വരുന്നില്ല, അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുമില്ല. പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. ബി, ഫോർമേഷൻ ഓഫ് മാനുവർ ഫ്രം ലീവ്സ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. ലീവ്സ് നിന്ന് മാനുവർ ഉണ്ടാക്കുന്നത് ഫിസിക്കൽ ചേഞ്ചാണെന്ന്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട്, ലീവ്സ് നിന്ന് മാനുവർ ഉണ്ടാക്കുകയാണ്. ആദ്യം എടുക്കുന്ന ലീവ്സ് ആയിരുന്നു, പിന്നെ അത് മാനുവറായി മാറി, അപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ഫിസിക്കൽ ചേഞ്ച് അല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോർമേഷൻ ഓഫ് മാനുവർ ഫ്രം ലീവ്സ് ഈസ് എ കെമിക്കൽ ചേഞ്ച് because a new substance is formed and the change is irreversible. C, iron pipes coated with zinc do not get rusted easily. അയൺ പൈപ്പ്സ് സിങ്ക് കൊണ്ട് കോട്ട് ചെയ്താൽ റസ്റ്റിങ്സ് നടക്കില്ല എന്ന്. അത് ശരിയാണ്, കാരണം ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് റസ്റ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡി, അയൺ ആൻഡ് റസ്റ്റ് ആർ ദ സെയിം സബ്സ്റ്റൻസസ്. അയണും റസ്റ്റും സെയിം ആണെന്ന്. അല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അയൺ എന്ന് പറഞ്ഞാൽ അതിൽ അയൺ മാത്രമേ ഉള്ളൂ, റസ്റ്റ് എന്ന് പറഞ്ഞാൽ അയൺ ഓക്സൈഡാണ്, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇ, കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച്. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഒരു കെമിക്കൽ ചേഞ്ച് അല്ല, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, കാരണം അവിടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. സ്റ്റീം കണ്ടൻസ് ചെയ്താൽ അത് വാട്ടർ വേപ്പർ ആവുകയാണ് ചെയ്യുക. സ്റ്റീം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. സ്റ്റീം കണ്ടൻസ് ചെയ്താൽ അത് ലിക്വിഡായി മാറും. ഗ്യാസ് ടു ലിക്വിഡ് എന്നുള്ള കൺവേർഷൻ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്, കെമിക്കൽ ചേഞ്ച് അല്ല. തേർഡ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് പാസ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നമ്മൾ അത് ആ സെക്ഷൻ എടുത്തപ്പോൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ദ കെമിക്കൽ നെയിം ഓഫ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡൻ്റെ കെമിക്കൽ നെയിം sodium hydrogen carbonate. Two methods by which rusting of iron can be prevented are
galvanization and painting. Changes in which only dash properties of a substance change are called physical changes. അതിൻ്റെ fill in the blanks physical properties എന്നാണ്. Changes in which new substances are formed are called dash changes. Fourth question, when baking soda is mixed with lemon juice, bubbles are formed with the evolution of a gas. What type of change is it? Explain. ബേക്കിംഗ് സോഡ ലെമൺ ജ്യൂസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ബബിൾസ് ഫോം ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനേഗറും ബേക്കിംഗ് സോഡയും തമ്മിലുള്ള ആ റിയാക്ഷൻ അത് സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. ലെമൺ ജ്യൂസ് വിനേഗറിൽ അസറ്റിക് ആസിഡാണ്, ലെമൺ ജ്യൂസിൽ സിട്രിക് ആസിഡാണ്. ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ ബേക്കിംഗ് സോഡേൻ്റെ റിയാക്ഷൻ സെയിം റിയാക്ഷൻ തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഇവല്യൂഷൻ ഓഫ് എ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ബേക്കിംഗ് സോഡയും ലെമൺ ജ്യൂസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു, ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നതുകൊണ്ട് ഇതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വെൻ എ കാൻഡിൽ ബേൺസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ടേക്ക് പ്ലേസ്. ഐഡൻറ്റിഫൈ ദീസ് ചേഞ്ചസ്. Give another example of a familiar process in which both the chemical and physical changes take place. അതിൽ ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് നോക്കുക. When a candle burns, both physical and chemical changes take place. Identify these changes. ഒരു കാൻഡിൽ ബേൺ ചെയ്യുമ്പം അതൊരു സോളിഡിന് ലിക്വിഡ് ഫോം അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോളിഡായ കാൻഡിൽ ലിക്വിഡായി മാറുന്നു. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ബേൺ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, ഹീറ്റ്, ലൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇനീഷ്യൽ സബ്സ്റ്റൻസ് അല്ല, പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ബേണിംഗ് എന്നുള്ള പ്രോസസ്സ് ഒരു കെമിക്കൽ ചേഞ്ചാണ്. അനദർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ ഒരു കേസ് നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം സിലിണ്ടറിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ലിക്വിഡിൻ്റെ ഫോമിലാണ് ഉള്ളത്. അത് നമ്മൾ സിലിണ്ടറിൻ്റെ നോബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. അതായത് ലിക്വിഡ് ഫോം ഒരു സബ്സ്റ്റൻസിൻ്റെ ലിക്വിഡ് ഫോം ഗ്യാഷ്യസ് ഫോമായിട്ട് മാറുന്നതാണ്. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഉണ്ട്, അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. നെക്സ്റ്റ് നമ്മളത് ബേൺ ചെയ്യുന്ന സമയത്ത് കാൻഡിൽ ബേൺ ചെയ്യുന്ന അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസ് ബേൺ ചെയ്തിട്ട് ഹീറ്റും ലൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തു. ആ കാരണം കൊണ്ട് അതൊരു കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ നമുക്കതിലെ മറ്റൊരു എക്സാമ്പിൾ, ഗീവ് അനദർ എക്സാമ്പിൾ എന്ന് ചോദിച്ച കേസിൽ ഇൻ LPG സിലിണ്ടർ gas is stored in the liquid form. When we open the knob, it comes out as a gas. So there is a change from liquid state to gaseous state. Hence, it can be considered to be a physical change. Then when it burns, heat and light is produced. So we can consider it as a chemical change because a new substance is formed. അപ്പോൾ അതുകൊണ്ട് ആ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് അങ്ങനെ എഴുതാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, how do you show that setting of curd is a chemical change? സെറ്റിംഗ് ഓഫ് കേർഡ് കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം കേർഡ് ഉണ്ടാക്കുന്നത് മിൽക്ക് എന്നാണ്. മിൽക്കിൻ്റെ പ്രോപ്പർട്ടി അല്ല കേർഡിനുള്ളത്. പിന്നെ കേർഡ് ടു മിൽക്ക് കൺവേർഷൻ പോസിബിൾ അല്ല. റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്, ന്യൂ പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ ബേണിംഗ് ഓഫ് വുഡ് ആൻഡ് കട്ടിംഗ് ഇറ്റ് ഇൻ ടു സ്മോൾ പീസസ് ആർ കൺസിഡേർഡ് ആസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്. ബേണിംഗ് ഓഫ് വുഡ് ഒരു കെമിക്കൽ ചേഞ്ചാണ്. കാരണം അവിടെ ഹീറ്റും ലൈറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്, ആഷും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പുതിയ സബ്സ്റ്റൻസാണ് അവിടെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഏതൊരു സബ്സ്റ്റൻസ് ബേൺ ചെയ്താലും അത് കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. കാരണം അത് ഇറിവേഴ്സിബിളാണ്. കട്ടിങ് ഇൻ ടു സ്മോൾ പീസസ് എന്ന് പറയുമ്പോൾ വുഡിന് നമ്മൾ എത്ര പീസായിട്ട് കട്ട് ചെയ്താലും അതിൻ്റെ പ്രോപ്പർട്ടീസിനൊന്നും ചേഞ്ച് വരുന്നില്ല. അവിടെ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ ഫിസിക്കൽ ചേഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഹൗ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് ആർ പ്രിപ്പയർഡ്. അത് നമുക്ക് പേജ് നമ്പർ 64 ക്രിസ്റ്റലൈസേഷൻ എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, ഒരു ആക്ടിവിറ്റി. അതാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിൻ്റെ ആൻസർ, ടേക്ക് എ കപ്പ് ഫുൾ ഓഫ് വാട്ടർ ഇൻ എ ബീക്കർ, ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഹീറ്റ്
Heat the content. When it starts boiling, add copper sulfate powder. Stir continuously. Add more copper sulfate powder until no more powder can be dissolved. Filter the solution. Allow it to cool. After some time, we can see the crystals of copper sulfate. Ninth question. Explain how painting of an iron gate prevents it from rusting. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് പെയിൻറ്റിങ് റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റസ്റ്റിംഗ് എന്താണെന്ന് എഴുതുക, അല്ലെങ്കിൽ റസ്റ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എഴുതുക. Iron comes in contact with oxygen and water vapor. So when we paint an iron gate, iron will not come in contact with oxygen, and thus painting prevents iron from getting rusted. 10th question. Explain why rusting of iron objects is faster in coastal areas than in desert. റസ്റ്റിംഗ് എന്തുകൊണ്ടാണ് കോസ്റ്റൽ ഏരിയാസിൽ കൂടുതലായിട്ട് നടക്കുന്നത് കമ്പയർഡ് ടു ഡെസേർട്ട് എന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ റസ്റ്റിംഗ് നടക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം മോയ്സ്ചറാണ്. അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലാണ് റസ്റ്റിംഗ് പെട്ടെന്ന് നടക്കുക. കോസ്റ്റൽ ഏരിയാസിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അവിടെ റസ്റ്റിംഗ് പെട്ടെന്ന് നടക്കും. ഡെസേർട്ടിൽ അറ്റ്മോസ്ഫിയർ ഡ്രൈ ആണ്, ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് മോയ്സ്ചർ കണ്ടൻറ്റും വളരെ കുറവായിരിക്കും. അപ്പോൾ റസ്റ്റിംഗ് സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. ഇൻ കോസ്റ്റൽ ഏരിയാസ്, due to the presence of more humidity in the atmosphere, iron objects get rusted easily. In desert areas, the moisture content in the atmosphere is very low, so iron get rusted very slowly. 11th question. The gas we use in the kitchen is called liquefied petroleum gas, LPG. In the cylinder, it exists as a liquid. When it comes out from the cylinder, it becomes a gas. Then it burns. It becomes a gas, change A. Then it burns, change B. The following statements pertain to these changes. Choose the correct one. ഇവിടെ പറയുന്നത് നമ്മൾ LPG സിലിണ്ടറിലെ ഗ്യാസ് ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. സിലിണ്ടറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് ഗ്യാസ് ആവുന്നു. അതിനെ നമുക്ക് ചേഞ്ച് എ എന്ന് കൺസിഡർ ചെയ്യാം. അത് കത്തുന്നത് ചേഞ്ച് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഈ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. പ്രോസസ് എ ഈസ് എ കെമിക്കൽ ചേഞ്ച്, അത് ശരിയാണോ നോക്കുക. പ്രോസസ് എ എന്താണ്? സിലിണ്ടറിൽ ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, അത് ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ലിക്വിഡ് ടു ഗ്യാസ് എന്നുള്ള കൺവേർഷൻ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ്, അതൊരിക്കലും കെമിക്കൽ ചേഞ്ച് അല്ല, ഫിസിക്കൽ ചേഞ്ച് ആണ്. അതുകൊണ്ട് പ്രോസസ് എ ഈസ് എ കെമിക്കൽ ചേഞ്ച് കറക്റ്റ് അല്ല. പ്രോസസ് ബി ഈസ് എ കെമിക്കൽ ചേഞ്ച്. ബി എന്താണ്? ഇറ്റ് ബേൺസ്. ഏതൊരു ബേണിംഗ് പ്രോസസ്സും കെമിക്കൽ ചേഞ്ച് ആയതുകൊണ്ട് അത് ശരിയാണ്. പ്രോസസ് ബി ഈസ് എ കെമിക്കൽ ചേഞ്ച് എന്നുള്ളത് ശരിയാണ്. നെക്സ്റ്റ്, ബോത്ത് പ്രോസസ്സസ് എ ആൻഡ് ബി ആർ കെമിക്കൽ ചേഞ്ചസ്. അത് റോങ് ആണ്. നൺ ഓഫ് ദീസ് പ്രോസസ്സസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അത് ഫോൾസ് ആണ്. 12th question. Anaerobic bacteria digest animal waste and produce biogas. Change A. The biogas is then burnt as fuel. Change B. The following statements pertain to these changes. Choose the correct one. 11th question പോലെ തന്നെയാണ് 12th ആൻസർ ചെയ്യേണ്ടത്. ഇതിൽ 2 ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. പ്രോസസ് എ ഇസ് എ കെമിക്കൽ ചേഞ്ച്. എ എന്താണ്? ആനിമൽ വേസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന ആനിമൽ വേസ്റ്റ് ആയിരുന്നു, പിന്നെ അത് ബയോഗ്യാസ് ആയി മാറി. അപ്പോൾ അതായത് ഒരു ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്തു. അതുകൊണ്ട് പ്രോസസ് എ ഈസ് എ കെമിക്കൽ ചേഞ്ച് കറക്റ്റാണ്. നെക്സ്റ്റ്, പ്രോസസ് ബി ഈസ് എ കെമിക്കൽ ചേഞ്ച്. ബി എന്താണ്? ദ ബയോഗ്യാസ് ഇസ് ദെൻ ബേൺഡ് ആസ് എ ഫ്യൂവൽ. ബയോഗ്യാസിനെ നമ്മൾ ബേൺ ചെയ്യുന്നു. ഏതൊരു ബേണിംഗ് പ്രോസസ്സും കെമിക്കൽ ചേഞ്ചാണ്. അതുകൊണ്ട് പ്രോസസ് ബി ഈസ് എ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നതും ശരിയാണ്. തേർഡ് വൺ, ബോത്ത് പ്രോസസ്സസ് എ ആൻഡ് ബി ആർ കെമിക്കൽ ചേഞ്ചസ്. അപ്പം നമ്മളിവിടെ എ ഈസ് എ കെമിക്കൽ ചേഞ്ച്, ബി ഈസ് എ കെമിക്കൽ ചേഞ്ച് ടിക്കിടുന്നതിന് പകരം തേർഡ് വൺ ടിക്കിട്ടാൽ മതി. ബോത്ത് പ്രോസസ്സസ് എ ആൻഡ് ബി ആർ കെമിക്കൽ ചേഞ്ചസ്. നൺ ഓഫ് ദീസ് പ്രോസസ്സസ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അത് ഫോൾസ് ആണ്. താങ്ക് യു.